എങ്ങനെ ജീവിക്കാൻ വ്യക്തി സമാജവും ഒത്തുയരേണം ശാശ്വത മുക്തി വരിച്ചിടാൻ പുഞ്ചിരിയോടെ രാഷ്ട്രകാര്യമിതിനർപ്പിതമാം യുവചേതനാം മർദ്ദിത പീഡിത പതിത ജനത്തിൻ സൗഭാഗ്യ വിധാതാക്കൾ നാം ഭാരതാംബതൻ സുഖമഭി. ഇവിടെ നടക്കുന്നത് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് തലശ്ശേരി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ടാക്സി കോ ടാക്സി ഉൾപ്പെടെയുള്ള കുടുംബസംഘമാണ് ഇവിടെ നടക്കുന്നത്. ഈ യോഗത്തിൽ എത്തിയവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യം തന്നെ യോഗത്തിൻ്റെ അധ്യക്ഷ എന്ന നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് പ്രശാന്തനെ സ്വാഗതം ചെയ്യുന്നു. ഈ കുടുംബസംഗമത്തിൻ്റെ മുഖ്യ പ്രഭാഷകൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഉത്തര കേരള പ്രാന്ത സഹ പ്രചാർ പ്രമുഖ് OM സൈതേട്ടനെയും ഈ കുടുംബസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മസ്ദൂർ സംഘിൻ്റെ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും തലശ്ശേരി മേഖലാ പ്രഭാരിയുമായ വിനീഷ് പാലൂര് അദ്ദേഹത്തെയും ഈ കുടുംബസംഗമത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ മസ്ദൂർ സംഘിൻ്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് തലശ്ശേരിക്കാർക്ക് ഏറെ സുപരിചിതനായ പ്രസന്റേറ്ററെയും ഈ യോഗത്തിലേക്ക് ഈ കുടുംബസംഗമത്തിലേക്ക് മാത്രമല്ല എല്ലാ രീതിയിലും സാംസ്കാരിക തലത്തിലും സേവന തലത്തിലും സാമൂഹ്യ തലത്തിലും എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു സംഘടനയാണ്. കോവിഡ് കാലത്ത് നമ്മുടെ രാജ്യം തന്നെ ഭീതിയോടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒരുപാട് തൊഴിലാളികൾ BMSന്റെ തൊഴിലാളികൾ മരണപ്പെടുകയും അതോടൊപ്പം ഒരുപാട് തൊഴിലാളികൾ അവശത അനുഭവിച്ച് കിടപ്പിലാവുകയൊക്കെ ചെയ്ത സമയത്ത് മറ്റെല്ലാ ട്രേഡ് യൂണിയനുകളും അത്ഭുതത്തോടെ നോക്കി നിന്ന സമയത്ത് BMS ചെയ്തത് BMSന്റെ ഈ സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന NGOs ആയിരുന്നു. അപ്പൊ അവരോട് BMS പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, BMSന് എല്ലാ തൊഴിലാളികളും ഒരുപോലെയാണ്. അപ്പോ നമ്മുടെ അവശത അനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടി കുറച്ച് തുക നിങ്ങൾ നൽകണം. അങ്ങനെ അവര് ഒരു മാസത്തെ ശമ്പളം, കേരളത്തിലെ NGO സംഘിന്റെ മുഴുവൻ തൊഴിലാളികളും ഒരു മാസത്തെ ശമ്പളം BMSന് നൽകുകയുണ്ടായി. 8 കോടിയോളം രൂപ BMSന് ആ കോവിഡ് കാലത്ത് ശേഖരിക്കാൻ സാധിച്ചു. ആ തുക ഒരു മരണപ്പെട്ട ഒരുപാട് തൊഴിലാളികൾക്ക്
കിടപ്പിലായവർക്കും അവശത അനുഭവിക്കുന്നവർക്കും ഒക്കെ BMS നൽകുകയുണ്ടായി. അതോട് അനുബന്ധിച്ച് തുടങ്ങിയ ആ കോവിഡ് കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ് നമ്മൾ സംഭവിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ BMSന്റെ സംസ്ഥാനതല കാര്യകർത്താക്കന്മാര് വയനാട് കേന്ദ്രീകരിച്ച് നിൽക്കുകയും സേവാഭാരതിയോടൊപ്പം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ BMSന്റെ കാര്യകർത്താക്കൾ മനസ്സിലായി ഈ പ്രളയത്തോടനുബന്ധിച്ച് ഒരുപാട് തോട്ടം സേവന രംഗത്തുണ്ടായി. അതോടൊപ്പം നമ്മുടെ സേവാഭാരതി മുൻനിരയിൽ നിന്ന് എല്ലാ സേവനങ്ങളും നടത്തി വരുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ ആ സ്ഥലത്ത് ഈ പ്രളയം ഉണ്ടായ ആ സ്ഥലത്ത് കേന്ദ്രീകരിച്ചിട്ടാണ് മീഡിയയും സംഘടനകളും ഒക്കെ പ്രവർത്തിച്ചത്. പക്ഷേ BMSന്റെ ആ പ്രളയം ഉണ്ടാകുന്നതിന്റെ തലേ ദിവസം നമ്മുടെ അവിടെ ഇതേപോലെ ഭാരതീയ മസ്ദൂർ സംഘം ലോകത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാണ്. അത് ഏറ്റവും വലിയ അഭിമാനം എന്നാ ചോദിക്കുന്ന സമയത്ത് ഏറ്റവും അഭിമാനത്തോടെ ഇരിക്കേണ്ട സമയം നമ്മൾ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തകന്മാരുടെ ആ കുടുംബത്തിൽ അംഗമാണ് എന്ന അഭിമാനത്തോടുകൂടിയാണ് നമ്മുടെ കുടുംബസംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകനായിരുന്ന ദത്തോപ്പ ടാങ്കഡ്ജിയാണ് ഭാരതീയ മസ്ദൂർ സംഘം രൂപീകരിച്ചത്. അപ്പൊ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ 100ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ വേറെ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ രാഷ്ട്രീയ സ്വയംസേവക സംഘവും മറ്റ് സംഘടനകളും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം? ഇപ്പൊ രാഷ്ട്രീയ സ്വയംസേവക സംഘവും മറ്റു പ്രസ്ഥാനങ്ങളുടെ വ്യത്യാസം എന്താന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രവർത്തിക്കുന്നത് സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെയുള്ള ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കുക, അവർക്ക് പണം കൊടുക്കുക, ആനുകൂല്യങ്ങൾ കൊടുക്കുക, അവർക്കിടയിലെ പുതിയ പുതിയ ഭരണത്തിന് വോട്ടുകൾ സംഘടിപ്പിക്കുക. അതിനൊക്കെ വേണ്ടി സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മള് ഭാരതീയ മസ്ദൂർ സംഘവും ഒക്കെ പ്രവർത്തിക്കുന്നത് നമ്മളിൽ പോകാൻ പാടില്ല എന്ന് ഒരു പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നു. പോലീസിന്റെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം തെറ്റിച്ച് ഞാൻ പോകുന്ന സമയത്തോ ഞാൻ നല്ല പൗരനല്ല. അപ്പൊ ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നല്ല ഗൃഹസ്ഥന്മാരായിരിക്കും. സ്വഭാവശുദ്ധി കൊണ്ട് അവർ ധർമ്മം എന്താണോ ആ ധർമ്മത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരാളായി ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ പ്രവർത്തകൻ മാറണം. പിന്നീടോ നല്ല പൗരനായാൽ മതിയോ? അതേ നല്ല കുടുംബസ്ഥനായിരിക്കണം. എങ്ങനെയാ കുടുംബത്തിന്റെ സങ്കല്പം? ഭാരതത്തിന്റെ ബർത്ത്ഡേയൊന്നോ അല്ലെങ്കിൽ ജന്മദിനാശംസകളോ നേരാനുള്ള ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം പുതിയ നവയുഗമായിട്ടുള്ള പുതിയ സമ്പ്രദായങ്ങൾ വന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ നഷ്ടങ്ങളൊന്നും ആത്മവിശ്വാസമില്ലാത്ത കുട്ടികളാണ്. ഈ ആത്മവിശ്വാസമില്ലായ്മയാണ് നമ്മൾ ആത്മഹത്യയിലേക്ക് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കണം. പരസ്പരം തനിക്ക് കഴിവുകളുണ്ട്, എനിക്ക് ആത്മവിശ്വാസം മാത്രമല്ല ആത്മാഭിമാനം ഉണ്ടാക്കണം. എങ്ങനെ ഇന്ന് ആത്മവിശ്വാസവും ആത്മാഭിമാനവും വ്യത്യാസമുണ്ട്. കാരണം എനിക്ക് ഇന്ന് കഴിവുകളുണ്ട് എന്ന ആത്മാഭിമാനം ഉണ്ടാക്കാനും നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുടുംബങ്ങൾ സാധിക്കണം. നമ്മൾ നാളെ മക്കൾക്ക് വേണ്ടിയാണ് സ്വാർത്ഥതയോടെ വളർത്തിയിട്ട് പിന്നീട് അവർ ഏറ്റവും വലിയ ലഹരി അടിമകളാകുന്നത് സ്വാർത്ഥതയോടെ വളർത്തിയ അമ്മമാരാണ്. അപ്പൊ അവരെ സ്വാർത്ഥതയോടുകൂടിയല്ല സമർപ്പണത്തോടുകൂടി വളർത്താൻ കൊണ്ട് നമ്മൾ സാധിക്കണം. ബാലാമണി അമ്മയുടെ ഒരു കഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ബാലാമണി അമ്മ അദ്ദേഹത്തിന്റെ ഒരു മകൻ വിദേശത്ത് പോയ സമയത്ത് അവിടെ നല്ല ജോലിയും കിട്ടി, കോടിക്കണക്കിന് രൂപയുടെ ശമ്പളമൊക്കെ കിട്ടി സമ്പാദിച്ച സമയത്ത് ബാലാമണി അമ്മ ദിവസവും കത്തെഴുതും, മോനെ നീ തിരിച്ചു വരണം. ഇങ്ങനെ കുറെ കാലം കത്തെഴുതി പിന്നീട് അവര് തിരിച്ചു വരാതിരുന്ന സമയത്ത് പിന്നീട് അവസാനമായി ഒരു കത്തെഴുതി ചോദിച്ചു, എന്താ മോനെ ഇത്ര കോഴിയിറച്ചി കഴിക്കുന്ന സമയത്ത് എന്താ കോഴിയിറച്ചിയുടെ പ്രത്യേകത? കോഴിയിറച്ചിയിൽ ഏറ്റവും കൂടുതൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കുത്തിവെക്കുന്നു. ഈസ്ട്രജൻ ഹോർമോൺ കുത്തിവെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അത് സ്ത്രീ ഹോർമോണാണ്. ആ സ്ത്രീ ഹോർമോൺ കുത്തിവെക്കുന്ന സമയത്തോ സ്ത്രീകളിൽ ഗർഭാശയ ക്യാൻസർ ശക്തമായി തിരിച്ചു വരുന്നു, പുരുഷന്മാർക്ക് വന്ധ്യത തിരിച്ചു വരുന്നു. അങ്ങനെ നമ്മൾക്ക് പ്രകൃതിക്കല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ മൂന്നാമത് തേജസ്വി ഷൈജു. അനന്യ മനോജ്.
അശ്വൻ കൃഷ്ണ വിദ്യാർത്ഥി വന്നിട്ടില്ല. അച്ഛൻ പുറകിലുണ്ട് എന്ന് വന്നിട്ടുണ്ട്. വാങ്ങാം. തുകല കൊച്ചുങ്ങളഞ്ചെണ്ണം നിൽപ്പാടു ശംഭോ, അതിലൊന്നിലടിയന്റെ വധുണ്ടതേത് ഈ നരകത്തിൽ നിന്നൊന്നു കരകേറ്റ് ശംഭോ 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 കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ശുംഗദലാദര ചന്ദ്രദലാദര ശങ്കര ഭഗവാനേ, സങ്കടമേവിധമെന്തിനു തന്നത് സാമ്പണനാ ശിവനേ. ശുംഗദലാദര ചന്ദ്രദലാദര ശങ്കര ഭഗവാനേ, സങ്കടമേവിധമെന്തിനു തന്നത് സാമ്പണനാ ശിവനേ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ മായവന്റെ മായാലീലവൻ അന്നദാന പ്രഭുവേ, സർപ്പം പോലെ നിന്നെ ചുറ്റിയൻ കാത്തിരേണം നിരുവേ. നീ ഒന്നു വന്നു വരമൊന്നു തന്ന തീരാത ദുരിതങ്ങൾ തീരും ശംഭോ. നീ ഒന്നു വന്നു വരമൊന്നു തന്നാൽ തീരാത ദുരിതങ്ങൾ തീരും ശംഭോ. Thank you.
தங்கமையில் கிருமையில் தேரோட்டம் தேரோட்டம் ஆறுபடை கடவுளுக்கு வெள்ளாட்டம் இது தங்கமையில் கிருமையில் தேரோட்டம் தேரோட்டம் அழகாய் இறங்கி வந்தால் மின்னாட்டம் அசுரில் தருவதற்கும் துள்ளாட்டம் ஆண்டவன் இறங்கி வந்தால் தீயாட்டம் ஆறும் வருவதற்கும் வெள்ளாட்டம் பூலோகத்தை தூக்கும் மாயத்தேரோட்டம் கடலேறும் பின்மாறும் மானத்தேரோட்டம் தாரத்தேரோட்டம் தனியே போராட்டம் நடன சிகவலி களியாட்டம் ஆட்டம் திருமல முருகனுக்கு மாமல முருகனுக்கு கொண்டாடி சிவனுடைய திருமகனு மாமல முருகனுக்கு அழகாய் ஒருங்கி வந்தால் மின்னாட்டம் அசுரன் தரவருக்கும் கொள்ளாட்டம் ஆண்டவில் இறங்கி வந்தால் தீயாட்டம் ஆறும் மறிவருக்கும் வெள்ளாட்டம் ആകാശം താഴുന്നു വിഹാരം തോന്നുന്നു കതിരൊളികൾ പടരുന്നു ഇരുളകൾ അകലുന്നു പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു ദുർഗമാനം ൂട്ടിൽ നിന്നും കേട്ടി വന്ന പൈവെളിയല്ലേ വെളിച്ചം കോരി പോക്കണിയല്ലേ ഈ വഴിയരികിൽ ഈ തിരുനടയിൽ ഈ വഴിയരികിൽ ഈ തിരുനടയിൽ പൊന്നിൽ മുകിൽ
പടരും ഇളം നിറം വാരിച്ചോടി മഞ്ഞിൽ തുകിൽ പടത്തിടും ഉപകലങ്ങൾ പോടി മറന്ന ഗണങ്ങൾ ഒഴുകി മനസ്സിൽ കുറിച്ചു തരിഞ്ഞു സന്ധ്യയിൽ പൂപ്പിൽ നിന്നും വേട്ടി വന്ന കൈവിളിയല്ലേ പൂവിളിച്ചും പൂവിളിച്ചും പൂക്കളിയല്ലേ.